ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിൽ കോളേജ് ക്യാമ്പസിനുള്ളിൽ വ്യോമസേനയുടെ പരിശീലന വിമാനം തകർന്ന് ഒരാൾ മരിച്ചു. കുട്ടികളടക്കം നിരവധി പേർക്ക് പരിക്കേറ്റതായി വിവരമുണ്ട്. ചൈനീസ് നിർമ്മിത F-7 യുദ്ധവിമാനമാണ് മൈൽ സ്റ്റോൺ കോളേജ് ക്യാമ്പസിനകത്ത് തകർന്നു വീണത്. മേഖലയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ദൃശ്യങ്ങളിലേക്ക്. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നു. അജീഷ്, ഇന്ന് പ്രവൃത്തി ദിവസമാണ്, വർക്കിംഗ് അവർ കൂടിയാണ്. ക്യാമ്പസിനകത്താണ് ഇത്തരത്തിലൊരു വിമാനം തകർന്നു വീണിരിക്കുന്നത്. സ്വാഭാവികമായും ഒരുപാട് വിദ്യാർത്ഥികളടക്കം ഉള്ള സമയമാണ്. നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? പരിക്കേറ്റ് ഒരുപാട് പേർ ചികിത്സയിലുണ്ടോ? രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണോ? ഇന്ന് ഉച്ചയ്ക്കാണ് ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയിൽ ഇങ്ങനെ ഒരു വിമാന ദുരന്തം ഉണ്ടായിട്ടുള്ളത്. ബംഗ്ലാദേശ് എയർഫോഴ്സിന്റെ യുദ്ധവിമാനമാണ് തകർന്നു വീഴുന്നത്. പരിശീലന പറക്കലിനിടയിലാണ് ഈ അപകടമുണ്ടായത്. ഇത് ചൈനീസ് നിർമ്മിത യുദ്ധവിമാനമാണ്. F-7 BGI എന്നാണ് ഈ വിമാനത്തിന് പേര്. ഇത് ഈ പരിശീലനം നടത്തുന്നതിനിടെ ഈ ക്യാമ്പസിന്റെ മുകളിലേക്ക് മൈൽ സ്റ്റോൺ ക്യാമ്പസിനകത്തേക്ക്, കോളേജിനകത്തേക്കാണ് ഇത് തകർന്നു വീണത്. സുഹൈൽ പറഞ്ഞതുപോലെ തന്നെ ആ സമയത്ത് കുട്ടികൾ ഒരുപാട് പേരുണ്ടായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഒരു ജനവാസ മേഖലയ്ക്ക് തൊട്ട് ചേർന്നുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. നിരവധി കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ചിട്ട് 13 പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. ഒരാൾ മരിച്ചു, സംഭവ സ്ഥലത്ത് തന്നെ അപകടത്തിൽ മരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ പേർക്കും പരിക്കേൽക്കാനുള്ള ഒരു സാധ്യത മുന്നിലുണ്ട്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും നടക്കുകയാണ്. തൊട്ടടുത്തുള്ള ആശുപത്രികളിലേക്കാണ് കൂടുതൽ പേരെയും കൊണ്ടുപോയിട്ടുള്ളത്. എന്തായാലും ദാരുണമായ സംഭവം ഇന്ന് ഉച്ചയ്ക്കാണ്. ഇത് എന്താണ് ഈ അപകടത്തിന്റെ കാരണം തുടങ്ങിയൊന്നും വ്യക്തമല്ല. നിലവിൽ ഈ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. അവിടുത്തെ പോലീസും ഫയർഫോഴ്സും അതേപോലെ തന്നെ നാട്ടുകാരും എല്ലാം ചേർന്നാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഈ കെട്ടിടങ്ങളൊക്കെ തകർന്ന നിലയിലുണ്ട്. അതിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ആളുകളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. കൂടുതൽ പേർ ഈ കെട്ടിടങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ കുടുങ്ങിക്കിടക്കാം ഉള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ടും ഇപ്പോഴും അവിടെ പരിശോധനയും തെരച്ചിലടക്കം നടക്കുകയാണ്.